നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയില്ലേ അതിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് കേട്ടോ. കാതടപ്പിക്കുന്ന ഉഗ്ര ശബ്ദത്തോടെ നൂറുകണക്കിന് അതിനൂതന യുദ്ധവിമാനങ്ങളാണ് നമ്മുടെ മണ്ണിലേക്ക് പറന്നിറങ്ങാൻ പോകുന്നത്. ഇന്ത്യൻ പ്രതിരോധ സേനയിലേക്ക് നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ ചേർക്കുന്നതിനുള്ള തീരുമാനം ഇപ്പോൾ അന്തിമമാക്കിയിരിക്കുകയാണ്. വാർത്ത നമുക്ക് ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഫ്രാൻസിൽ നിന്നും 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള വമ്പൻ ഓഫറിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം. ഒരു വമ്പൻ കരാറിനാണ് നമ്മുടെ രാജ്യം ഒരുങ്ങുന്നത് കേട്ടോ. ഈ കരാറിന്റെ മൂല്യം കേട്ടാൽ കണ്ണു തള്ളും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി ഫ്രാൻസിൽ നിന്നും 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള ബ്രഹ്മാണ്ഡ കരാറിന്റെ മൂല്യം എന്ന് പറയുന്നത് 3.25 ലക്ഷം കോടി രൂപയാണ്. നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് ഈ പരിപാടിക്ക് അംഗീകാരം ആദ്യമായി നൽകിയത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കാനിരിക്കുകയാണെന്ന വാർത്ത കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു ഇന്ത്യ സന്ദർശന വേളയ്ക്ക് തൊട്ട് മുൻപായിട്ടാണ് ഈ ഒരു അംഗീകാരം ലഭിക്കുന്നത്. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും ബന്ധം വളരെ ആഴത്തിലായി ഊട്ടി ഉറപ്പിക്കുമെന്നത് യാതൊരുവിധ സംശയവും കൂടാതെ പറയാൻ സാധിക്കും. ഈ ഒരു ഓഫറിനെ കുറിച്ച് നമുക്ക് ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ഈ ഒരു ഓഫർ പ്രകാരം ഫ്രഞ്ച് പ്രതിരോധ കമ്പനിയായ ദസോ ഏവിയേഷനിൽ നിന്നും പറന്നുയരുന്ന അവസ്ഥയിലുള്ള 18 റഫേൽ ജെറ്റുകളാകും ഇന്ത്യ സ്വന്തമാക്കുക. ബാക്കി 96 റഫേലുകൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്നതാണ് അഭിമാനത്തോടു കൂടി പറയാനാവുന്നത്. ഇനി നമുക്ക് റഫേൽ ജെറ്റുകളെ കുറിച്ച് സംസാരിക്കാം. പരിശീലന ആവശ്യങ്ങൾക്കായി ചില റഫേൽ ജെറ്റുകൾ ഇരട്ട സീറ്റർ വകഭേദങ്ങളായിരിക്കും വരിക. അതായത് പരിശീലനത്തിന് വേണ്ടി 2 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാകും അതിന്റെ സീറ്റുകൾ ക്രമീകരിക്കുക. ഫ്രാൻസിൽ നിന്നും ഇന്ത്യക്കായി അതിനൂതന യുദ്ധവിമാന സാങ്കേതിക വിദ്യ കൈമാറ്റവും അതുപോലെ തന്നെ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന ലക്ഷ്യത്തിന്റെയും പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് തന്നെയാകും ഇരു രാജ്യങ്ങളുടെയും നീക്കങ്ങൾ. ശരിക്കും നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയിൽ നിലവിൽ റഫേൽ ജെറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. 36 റഫേൽ ജെറ്റുകളാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്നത്. മറ്റൊന്നുകൂടി പറയാനുണ്ട് കേട്ടോ. 26 റഫേൽ വിമാനങ്ങൾക്കായി എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ നാവികസേന ആവശ്യങ്ങൾക്കായി മറ്റൊരു വമ്പൻ കരാറിൽ കൂടി കൈകൊടുത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം. ഇത് സാധാരണ റഫേൽ ജെറ്റുകളല്ല ഈ ഒരു കരാറിലൂടെ നമ്മുടെ രാജ്യത്തിന് ലഭിക്കുക. ഇത് സാധാരണ റഫേൽ വിമാനങ്ങളല്ല, മറിച്ച് റഫേൽ വിമാനങ്ങളുടെ ഉയർന്ന പതിപ്പാണ് നമുക്ക് ലഭിക്കുക. റഫേൽ എം എന്ന വേരിയന്റ് ആണ് 26 യൂണിറ്റുകളായി നമ്മുടെ രാജ്യത്തേക്ക് വരാനിരിക്കുന്നത്. ഇത് നമ്മുടെ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയാണ് 26 റഫേൽ എം എന്ന വേരിയന്റുകൾ നമ്മൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. ഇതും ചെറിയ ഏറ്റെടുക്കലൊന്നുമല്ല. 63,000 കോടി രൂപയുടെ വമ്പൻ കരാർ തന്നെയാണിത്. ഈ റഫേൽ എം എന്ന യുദ്ധവിമാനങ്ങൾ നമ്മുടെ നാവികസേനയ്ക്കായി INS വിക്രാന്ത് അതുപോലെ തന്നെ INS വിക്രമാദിത്യ എന്നീ യുദ്ധ കപ്പലുകളിൽ നിന്നുമായിരിക്കും പ്രവർത്തിപ്പിക്കുക. ഈ നാവിക കരാറിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് പരിശോധിക്കാം. മെയിൻ്റനൻസ്, ലോജിസ്റ്റിക് സപ്പോർട്ട്, പേഴ്സണൽ പരിശീലനം, റിപ്പയർ എന്നീ മേഖലകളിൽ ഫ്രാൻസിന്റെ വലിയ രീതിയിലുള്ള സഹകരണം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ രാജ്യം ഉയർച്ചയുടെ കൊടുമുടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയും പാകിസ്ഥാനും വലിയ തരത്തിലുള്ള വ്യോമ മേഖലയിലായാലും അവരുടെ ഓൾ ഓവർ ഉള്ള പ്രതിരോധ മേഖലയിൽ വലിയ അഴിച്ചുപണികളും വലിയ അപ്ഡേറ്റ്സുകളും ഒക്കെയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തകൾ നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യവും അവരോടൊപ്പം മുട്ടി നിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചുവട് മുകളിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. 114 റഫേൽ വിമാനങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ രാജ്യത്തിന്റെ പ്രതിരോധ സേന വലിയ രീതിയിൽ തന്നെ അപ്ഡേറ്റഡ് ആകുമെന്നത് യാതൊരുവിധ സംശയവും കൂടാതെ പറയാൻ സാധിക്കും. ഇനി രാജ്യത്തിന്റെ വരാനിരിക്കുന്ന കളികൾ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം.